എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ എന്നും നമ്മൾ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒന്നുകിൽ കുക്കിംഗ് വീഡിയോ ആയിരിക്കും, ഫാമിലി വ്ളോഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഷോപ്പിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓണം റിലേറ്റഡ് കുറച്ച് വീഡിയോസ് നമ്മൾ ഇട്ടു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ഇൻ മൈ ബാഗ്. ബാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗ് ഇതാണ്. എനിക്ക് ബാഗ് ആയിരുന്നു ആദ്യമായിട്ട് ഇതിന് മുന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചൊരു സൈഡ് ബാഗാണിത്. അപ്പോൾ ഇതിൽ ഞാൻ കോളേജിൽ കൊണ്ടുപോകുന്ന ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. കോളേജിൽ കൊണ്ടുപോകുന്ന മാത്രമല്ല, കുറേ സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പം ചപ്പച്ചവറുകൾ കാണാം, അപ്പം ബസ് ടിക്കറ്റ് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ബില്ല് കാണാം. എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ ബാഗിലാണ് ഇടുന്നത്. അപ്പോൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിനകത്ത് അതുപോലെ തന്നെ ഉണ്ട്. ഒന്നും പറക്കി മാറ്റി വെച്ചിട്ടില്ല. ആകെ മാറ്റി വെച്ചേക്കുന്ന ലഞ്ച് ബോക്സ് എടുത്ത് കഴുകാൻ വെച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഈ ബാഗിനകത്തുനിന്ന് നോക്കുന്നൊരു വീഡിയോ ആണെന്ന് നമുക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതോടൊപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വാട്ട് ഈസ് ഇൻ മൈ ബാഗിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഈ ബാഗ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാഷ്വൽ ആയിട്ടുള്ള ഒരു ബാഗാണ്. നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു സാധാ ടൈപ്പ് ഓഫ് ഒരു ബാഗാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുമെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. അപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന ബാഗ് എന്ന് പറയുന്നത് ബാക്ക് ബാഗായിരുന്നു. ബാക്കിൽ രണ്ട് സൈഡ് തൂക്കിയിരുന്ന ബാഗായിരുന്നു, ഷോൾഡർ ബാഗായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ എനിക്ക് വെക്കാൻ ചിലപ്പോൾ നമ്മൾ ആൻസർ ഷീറ്റ്സ്, പേപ്പേഴ്സ് കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുക്സ് കാണും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൊണ്ട് നടക്കേണ്ടതുള്ളതുകൊണ്ട് ആ ബാഗായിരുന്നു ഞാൻ കൊണ്ട് നടന്നത്. അപ്പോൾ ഷോൾഡർ എല്ലാം വേദന. ഒരു ദിവസം ഇത് സംഭവം പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് വാങ്ങിച്ച ബാഗാണിത്. അപ്പോൾ ഇത് പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാണുമ്പോൾ ഇത് സംഭവം കാണുമ്പോൾ ഒരു വലിയ ബാഗാണ്, കുഴപ്പമില്ല. എന്നാൽ നല്ല സ്പേഷ്യസ് ആണ്. കുറേ സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് ജോലി അധ്യാപനമായതുകൊണ്ട് തന്നെ ഒരു നോട്ട് പാഡെങ്കിലും കീപ്പ് ചെയ്യും. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതി വെക്കുന്ന. പോരെങ്കിൽ ഞാൻ ഒരു NSSൻ്റെ പ്രോഗ്രാം ഓഫീസറും കൂടെയാണ്. അപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാണും. അപ്പോൾ അത് കുറിച്ച് വെക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി കുറിച്ച് വെക്കുന്ന ബുക്കാണ്. ആ ബുക്കിലും എൻ്റെ മക്കൾ കഥകൾ വിവരിച്ചിട്ടുണ്ട്. അതാ നോക്കൂ, എൻ്റെ ജാനും ബാലെ. എൻ്റെ ഏത് ബുക്ക് ബാഗിൽ ഇരുന്നാലും അതിലെല്ലാം വരച്ചും കുറിച്ചും വെക്കും. ബാഗിൽ നിന്ന് എടുത്ത് വരച്ചും കുറിച്ചും വെക്കും. പിന്നെ തിരിച്ചങ്ങ് വെച്ചേക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാത്തിലും എഴുതി വെച്ചേക്കും. പിന്നെ ഇതിൽ നോട്ട്സ് എല്ലാം കണ്ട് പ്രിൻ്റ് എടുത്തേക്കുന്നതാണ് കേട്ടോ. പിള്ളേരുടെ നോട്ട് എന്തോ പ്രിൻ്റ് എടുത്ത് തരിപ്പുണ്ട്. അപ്പോൾ 2 പേപ്പർ ഇതുണ്ട്. പിന്നെ ഒരു ബുക്കായിട്ട് ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്കാണ്. ഒരു കണ്ടംപററി ഇന്ത്യൻ റൈറ്റിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് ഞാൻ വായിക്കാനായിട്ട് ലൈബ്രറിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ചിരുന്നതായിരുന്നു. അപ്പം ബുക്കുകൾ ഇത് 3 കിടപ്പുണ്ട്. പിന്നെ സംഭവം ഇതില്ലാതെ ഇപ്പം പുറത്തു പോകാൻ പറ്റത്തില്ലല്ലോ ആർക്കും. എന്ന് വെച്ചാൽ കുട. എപ്പോഴാണ് മഴ പെയ്യുന്ന അറിയത്തില്ല, എപ്പോഴാണ് കൊട്ട വെയിലെന്ന് അറിയത്തില്ല. അപ്പോൾ രണ്ടായാലും വേണം. കാരണം കൊട്ടിയത്തൊക്കെ വെയിലെങ്കിൽ പുറം പൊളിയുന്ന വെയിലാണ്, മഴയാണെങ്കിൽ അതൊക്കെ തന്നെ. അപ്പോൾ രണ്ടാണെങ്കിലും കുട വേണം. കുടമില്ലാതെ ഇപ്പോൾ ഇറങ്ങാൻ പറ്റുന്നതുകൊണ്ട് കുട ഏതെങ്കിലും ഇതുകൊണ്ടൊരു കറുത്ത കുടയുണ്ട്. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്ന് എൻ്റെ ബാഗിൽ എപ്പോഴും കാണും. പിന്നെ കാണുന്നതാണ് ഈ 2 പേഴ്സ്. ഇതിലൊരു പേഴ്സാണ് അന്ന് ഒരു ചായക്കട ഇരുന്നപ്പോൾ കാണാതായത്. ബാഗിനകത്ത് എല്ലാം കൂടെ കുത്തി നിറച്ചിട്ട് കാണാതായത്. അപ്പോൾ ഈ 2 പേഴ്സ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ബസ്സിലൊക്കെ പെട്ടെന്ന് കയറുമ്പോഴത്തേക്ക് ചില്ലറ പൈസയും കുഞ്ഞു നോട്ടൊക്കെ ഇട്ട് വെക്കാനായിട്ട് പൈസയൊന്നും ഇല്ല. അതിനകത്ത് 2 ATM ഇരിപ്പുണ്ട്. അമ്മയുടെ ATM ഉണ്ട്, എൻ്റെ ATM ഉണ്ട്. ആ പൈസ ഉണ്ട്. ബാക്കിയൊക്കെ ഇരിക്കുന്ന കുറച്ച് പൈസ ഉണ്ട് ഇതിനകത്ത്. പിന്നെ എൻ്റെ ATM ഉണ്ട്, അമ്മയുടെ രണ്ട് ATM ഉണ്ട്. വെച്ചാൽ അമ്മയുടെ പെൻഷൻ വരുന്ന ATM, അല്ലാത്തൊരു ATM. അത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, ഞാനാണ് എടുക്കുന്നത്, പൈസ എടുത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതെന്തോ സാധനം വാങ്ങിച്ച് എൻ്റെ ബില്ല്, ഏതോ സാധനം വാങ്ങിച്ച ബില്ലുണ്ട് ഇതിനകത്ത്. സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി വെച്ചേക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതിനകത്തിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമോ കാണുമ്പോൾ എടുത്ത് കളയും. പിന്നെ കണ്ട് കിട്ടാതെ വിഷമിക്കും. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നടക്കും. പിന്നെ ഇതെന്താണെന്ന് അറിയാമോ? എന്തോ ഒരു പേപ്പർ, ഗുളിക ഇരിക്കുന്നതൊന്ന്, പെയിൻ കില്ലർ വല്ലതും ആയിരിക്കും. അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു ചില്ലറ പൈസയൊക്കെ തീർന്നു. അപ്പോൾ പൈസകൾ അതിനകത്ത് വയ്ക്കും. പിന്നെ ഇതിനകത്ത് ഇച്ചിരി വലിയ നോട്ടുണ്ടെങ്കിൽ വെക്കും. പക്ഷേ വലിയ നോട്ടൊന്നുമില്ല, ഗൈസ്, എല്ലാം തീർന്നു പോയി. പിന്നെ ഇതിനകത്തും കാണും കേട്ടോ ഒരു പെയിൻ കില്ലർ. എന്ന് വെച്ചാൽ പെട്ടെന്ന് എങ്ങാനും വയ്യായിക വല്ലതും വരുന്നെങ്കിലോ. എന്നിട്ട് എൻ്റെ ആധാർ കാർഡ്, ബാലുവിൻ്റെ ആധാർ കാർഡ്, പിന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, പഴയ ആധാർ കാർഡ്, പിന്നെ ഒരു പാസ്ബുക്ക്, പിന്നെ പാൻ കാർഡ്, പിന്നെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ചിട്ടി. കോളേജിൽ വന്നാൽ ചേച്ചി പൈസ മേടിക്കുന്നത്, സുധ ചേച്ചി. അപ്പം പോസ്റ്റ് ഓഫീസിൻ്റെ പൈസ അടയ്ക്കുന്നൊരു കാർഡ് വല്ലപ്പോഴും പതിക്കുന്നത് കേട്ടോ. കൈ കിട്ടുമ്പോൾ ഗൂഗിൾ പേ ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പതിപ്പിച്ചെടുക്കും. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഇലക്ഷൻ ID, വോട്ടേഴ്സ് ID ഒരെണ്ണം ഉണ്ടായിരുന്നു, അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ
പേഴ്സിനകത്ത്. അപ്പം നിങ്ങൾ ചിന്തിക്കും ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും ഫോട്ടോയൊന്നും ഇല്ലേ, ഇതിനകത്ത് സ്ഥലമൊന്നുമില്ല ഗായ്സ്. ഇത് എൻ്റെ കുറേ വർഷമായിട്ടുള്ള പേഴ്സാണ്, കളയാൻ മനസ്സിലാത്തതുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയല്ലേ, പണ്ടത്തെ സ്റ്റൈലൊരു പേഴ്സാണ്. വലിയൊരു പേഴ്സ് ഇരിപ്പുണ്ട്, അതിനകത്ത് ഹസ്ബൻഡ് ഫാമിലിയൊക്കെ ഫോട്ടോ ഇരിപ്പുണ്ട്. അത് ഫോട്ടോ വയ്ക്കാനും സ്ഥലമില്ല, അങ്ങനെയൊന്നുള്ള പേഴ്സല്ല, സാധാ സിമ്പിൾ പേഴ്സാണ്. അപ്പം അതിനകത്ത് നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ മാത്രം ഞാൻ പറക്കിയിട്ടേക്കുന്നു. അങ്ങനെ 2 പേഴ്സ്. ഇത് ഞാൻ വാങ്ങിയിട്ട് മറന്നുപോയി തിരിച്ച് വയ്ക്കാൻ. ഇത് നമ്മുടെ ഐബ്രോ റേസറില്ലേ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ കടയിൽ പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചേണേ. അപ്പോൾ ഇതിലൊരെണ്ണം എടുത്ത് ഞാൻ തിരിച്ച് ബാഗിട്ട കാരണം എന്താണെന്നറിയാവോ, എൻ്റെ പിള്ളേർ നല്ല പിള്ളേരാണ്, ഏത് സാധനം എവിടെ വെച്ചെന്നാലും എടുത്തുകൊണ്ട് പോകും. അപ്പോഴത്തേക്ക് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, എൻ്റെ ബാഗിലാണ് സൂക്ഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ സൂക്ഷിക്കുന്നത് എൻ്റെ ബാഗാണ്. പേടിയായിട്ട് എല്ലാം എടുത്തോണ്ട് പൊക്കളയും. എവിടെ അലമാര വെച്ചാലും നമ്മൾ പിന്നെ ഷെൽഫിൻ്റെ മണ്ടേ വെച്ചാലും എവിടെ വെച്ചാലും ഇവളുമാർ അതിൻ്റെ മണ്ടേ വലിഞ്ഞു പിടിച്ച് കയറി കസേരയിട്ട് കയറിയാലും പറഞ്ഞുകൊണ്ട് ഓടും. അതുകൊണ്ട് പേടി കാരണം ഞാനെല്ലാം എൻ്റെ ബാഗിൽ സൂക്ഷിക്കുന്നത്. അങ്ങനെ ഇത് ഒരെണ്ണം എടുത്ത് യൂസ് ചെയ്ത് ബാക്കി 2 അതിനകത്ത് ഇട്ട് വെച്ചേക്കുക. ഇത് കൈ കെട്ടിയ ചരട് അമ്പലത്തിൽ നിന്ന് ജപിച്ച് കെട്ടിയ ചരട് അഴിഞ്ഞുപോയി. അപ്പം ഇത് നമ്മളെ ഭയങ്കര പോസിറ്റിവിറ്റി സാധനമുള്ളതുകൊണ്ട് കളയാൻ മനസ്സിലാത്തോണ്ട് ഞാൻ എന്തെങ്കിലും ദൈവം കോപിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെ ചുരുട്ടി കിട്ടി ഞാൻ ബാഗിലിട്ടേക്കും. ഭക്തി അവിടെ ഇരിക്കട്ടെ, കയ്യിൽ നിന്ന് അഴിഞ്ഞു പോയതാണ് ഗൈസ്, അത് ഇരിക്കട്ടെ, ദൈവത്തിൻ്റെ അല്ലേ. പിന്നെ ഇതൊരു കുഞ്ഞു നോട്ട് കാണാം. ഈ നോട്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിക്ക് നോട്ടില്ലേ, ഇത് ഞാൻ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെക്കും. എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഓരോ ദിവസം ചെയ്യാനുള്ളത് എൻ്റെ കോളേജിലെ ടേബിളിൽ ഞാൻ കീറി ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴോ അല്ല അവിടെ ഇരിക്കുമ്പോഴൊക്കെ എന്തൊക്കെ ചെയ്യാനുള്ളത് എനിക്ക് കാണാൻ പറ്റും. അപ്പം പോകാൻ നേരത്തെ ചെയ്ത് തീർത്തേക്കും കീറി വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും ഇനി പെൻഡിങ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ ഈ പെൻഡിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എഴുതി വെക്കും. ഇപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ, യൂട്യൂബിൻ്റെയും കൂടെ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, എഡിറ്റ് ഫോട്ടോ, പിന്നെ സാധനങ്ങൾ, ഇൻഷോട്ട്, ഇത് തുടങ്ങിയ സമയത്ത് പിക്സാർട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണെങ്കിലും സൈസ് എങ്ങനെ എഴുതണം എന്ന് നോക്കി ഞാനൊരു കണ്ട് പഠിച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് എഴുതി വെച്ച സാധനങ്ങളാണ്. അപ്പോൾ അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എഴുതിയ വീഡിയോ കണ്ടൻറ്റ് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ ഇത്. അപ്പം ഇതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു സാധനം കാണാൻ എൻ്റെ കയ്യിൽ നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ വിയർത്തൊഴുകുന്നുണ്ട്. പിന്നെ 2 അത്യാവശ്യ സാധനങ്ങളാണ്. ഇതൊരു സ്പ്രേ, ഇതൊരു ഫോഗിൻ്റെ ഒരു സ്പ്രേയും ഒരു ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അൽനാസിൻ്റെ ഒരു റോൾ ഓൺ പെർഫ്യൂമാണ് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ അത്യാവശ്യമാണ് ഗൈസ്. കോളേജിൽ കോട്ട് ഇടുന്നില്ലേ, കോട്ട് നമ്മൾ എന്നും കഴുകില്ല, ആരോടും പറയണ്ട. അപ്പോൾ എന്നും കഴിവാത്തപ്പോൾ ഞാൻ 2 പിസ് അടിച്ചിട്ടാണ് കോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ കയറുന്നത്. അപ്പോൾ അത് ആരോടും പറയത്തില്ല കേട്ടോ, സീക്രട്ടാണ്. അപ്പം ഇത് 2 വെച്ചേക്കുന്നത്. പിന്നെ ഇത് 2 സാധനങ്ങൾ സൺസ്ക്രീനാണ് കേട്ടോ. സൺസ്ക്രീൻ ഞാൻ എടുത്തിട്ടേക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ NSSൻ്റെ പ്രോഗ്രാമൊക്കെ ഉള്ള ദിവസം ഫുൾ ടൈം വെയിലത്താണ്. അപ്പോൾ കരിവാളിച്ച് കരിക്കട്ടയായി പോകും. അതുകൊണ്ട് ഇച്ചിരിയൊക്കെ എടുത്ത് പെരട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പ്രോഗ്രാമിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. കാരണം നമ്മളെ സ്കിൻ നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ, നമുക്ക് വേണ്ടി വേറെ ആരും കെയർ ചെയ്യാനില്ല ലോകത്ത്. 2ാമത് പോൺസിൻ്റെ ഒരു ഫേസ് വാഷാണ്, ഒരു നിയാസിനമൈഡിൻ്റെയൊക്കെ ഒരു വൈറ്റമിൻ B3 ഒരു ഫേസ് വാഷ് ഉണ്ട്. കിടിലൻ സാധനമാണ് കേട്ടോ. ഞാനിത് വർഷങ്ങളായിട്ട് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മുഖത്ത് അധികം ഒന്നും ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ഞാൻ പോൺസിൻ്റെ ഫേസ് വാഷ് കണ്ടിന്യൂസ് റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരാളാണ്. രാവിലെയും ഉച്ചയ്ക്ക് പറ്റുമെങ്കിൽ നേരം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യും, അതിനുവേണ്ടി ബാഗ് ഇട്ടേക്കും വൈകിട്ട്. ഇതെൻ്റെ ബാഗിൽ തന്നെ കിടക്കുന്ന സാധനം, കാരണം മക്കളെ പേടിച്ച് ബാഗിൽ ഒളിപ്പിച്ച് വെച്ചേക്കുക, എടുത്ത് തീർത്ത് കളയും. അപ്പം ഇത് ഞാൻ രാവിലെ വൈകിട്ട് മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഈ ലോട്ടസിൻ്റെ ഈ ഒരു നമ്മുടെ സൺസ്ക്രീൻ ലോഷനാണ്. 2ഉം എനിക്ക് അത്യാവശ്യമുള്ള സാധനമാണ്. നമ്മൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ പുറത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം വേണം. ഇത് റിമൂവർ, ഇതൊരു റബ്ബർ ബാൻഡ്, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കണ്ട സാധനങ്ങളെല്ലാം അതിനകത്ത് ഇട്ടേക്കുന്നെല്ലാം വരും. റിമൂവറും ഞാൻ പറഞ്ഞില്ലേ ജാനുവിനെ എസ്പെഷ്യലി ജാനുവിനെ പേടിച്ചിട്ടേക്കുന്ന സാധനമാണ്. കണ്ട എടുത്തുകൊണ്ട് പോകും. ഇത് മേടിക്കാൻ എനിക്ക് നേരമുള്ളൂ. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ വീട്ടിൽ കാണുന്നില്ലായിരുന്നു, ബാഗിലുണ്ടായിരുന്നു. പലതും പറക്കി ബാഗിൽ ഇടും, പിന്നെ നോക്കുമ്പോൾ വീട്ടിൽ കാണത്തില്ല, പിള്ളേരെ വഴക്ക് പറയും, പക്ഷേ എൻ്റെ ബാഗിൽ തന്നെ കാണും. അപ്പോൾ ഇത് വിക്സ് എന്നോ തലവേദന വന്നപ്പോൾ എടുത്തിട്ടിരുന്നതാണ് കേട്ടോ, അത് കണ്ടില്ല. പിന്നെ ഇതില്ലാതെ പറ്റത്തില്ല കേട്ടോ, കാരണം ഇതെൻ്റെ വാച്ചിൻ്റെ ചാർജറാണ്. ഞാൻ ഈവൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ വരെ എന്നും ചാർജ് ചെയ്യാൻ ഓർക്കുമായിരുന്നു. യൂട്യൂബ് തുടങ്ങിയ പിന്നെ വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ ഇട്ടതും പിന്നെ അത് നോക്കിയിരിപ്പം അതിൻ്റെ സങ്കടപ്പറച്ചിലൊക്കെ ആയിട്ട് പിന്നെ ചാർജ് ചെയ്യാനൊക്കെ മറന്നു. ശനി ഞായറൊക്കെയാണ് വാച്ച് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 ദിവസം നിൽക്കും എൻ്റെ വാച്ചിന് ചാർജ്. അതുകൊണ്ട് ഞാൻ എടുത്ത് ബാഗ് ഇട്ടേക്കും. അഥവാ തീർന്നു പോയാലും വാച്ചില്ലാതെ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോളേജിൽ കൊണ്ടുപോയി ചാർജിനുണ്ടാകും. വാച്ചിൻ്റെ ഒരു ചാർജർ കാണും. പിന്നെ ഈ ഹെഡ്സെറ്റ് കാണും. ഈ ഹെഡ്സെറ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വോയിസൊക്കെ ഓഡിയോ ഒക്കെ വന്നത് ചിലപ്പം നമുക്ക് കേൾക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരിക്കുമ്പോൾ കേൾക്കാനൊക്കെ പാടാണെങ്കിൽ ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്യും. അതിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നെ NSSൻ്റെ ഒക്കെ മീറ്റിംഗ് ഒക്കെ ഉച്ചയ്ക്കൊക്കെ വരും. അപ്പോൾ നമുക്കിത് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെഡ്സെറ്റ് എടുത്തിട്ടേക്ക്. ഇത് എപ്പോഴും എൻ്റെ ബാഗിൽ കാണുന്നൊരു സാധനമാണ്.
പിന്നെ ഒരു സ്ലൈഡിൻ്റെ പൊട്ടിയ ഭാഗം, ഇതെന്നോ പൊട്ടി വീഴുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഒരു ചീപ്പ്, ഇത് വേണമല്ലോ നമുക്ക്. പിന്നെ ലിപ്സ്റ്റിക്ക് വെട്ടിയിട്ടതിൻ്റെ പൊടികൾ. ഇപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ല, ഇനിയുണ്ട്. ബാഗിന് ഉറക്കാത്ത അത്രയേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാണിച്ചില്ല. ഇത് ഈ പറഞ്ഞ കണക്കാണ് ബാഗിൽ നിന്ന് എടുക്കൂല ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ട കുത്തി തിരുക്കി തീർത്ത് കളയും. ഇതിനകത്ത് അത്രയും പറ്റിച്ചിരിക്കുന്ന പാല കഴിഞ്ഞ ദിവസം എടുത്ത് എല്ലാം കൂടെ തിരുക്കി തീർത്ത് കയറ്റിയും വെച്ചോളാം. പിന്നെ ഞാൻ പോയി വെട്ടുന്ന ഞാൻ ഒരുപാട് വെട്ടിക്കളയത്തില്ല. എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ. ഷുഗർ ഇത് നല്ല വിലയുള്ള സാധനമാണ് കേട്ടോ ഈ ഷുഗറിൻ്റെ. പക്ഷെ കിടില സാധനമാണ്, ഭയങ്കര ഫിനിഷിംഗ് ആണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിരുന്ന സമയത്താണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വന്ന് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ഈ സാധനം ഡാസ്ലറിൻ്റെ മിസ്സേ ഭയങ്കര ട്രെൻഡിങ് ആയത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുന്നു പറഞ്ഞിട്ടോ. ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ് വേറെ തന്നത് എനിക്ക്. അപ്പോൾ അത് ഞാൻ ഇട്ടപ്പോൾ എൻ്റെ ചുണ്ട് ഭയങ്കര ന്യൂഡായിട്ട് തോന്നി. അങ്ങനെ പിന്നെ ഞാൻ RK വെഡ്ഡിങ് സെൻറ്ററില്ലേ അവിടെ പോയപ്പോഴത്തേക്ക് ഇതിൻ്റെ ചുണ്ട് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് എടുത്ത്. അയ്യോ, എന്തൊരു കിടിലൻ ലിപ്സ്റ്റിക് ആണെന്ന് അറിയാമോ ഇത്. കണ്ടോ, നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഇത്. ഇട്ട് ഭയങ്കര ഫിനിഷിംഗ് ആണ്. എനിക്ക് ഇച്ചിരി ഡാർക്കേ ചേരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ചുണ്ട് മാഞ്ഞു പോയതായിട്ട് തോന്നുന്നു. എനിക്ക് ചുണ്ടില്ലെന്നേ തോന്നും. അപ്പോൾ എൻ്റെ 2 ലിപ്സ്റ്റിക്കും ഇതിനകത്ത് കാണും. പിന്നെ എന്തെങ്കിലും ഉണ്ട്. ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കോ ഞാൻ. ഇത് ഷുഗറിൻ്റെ ഷാർപ്പനർ കേട്ടോ. ഇത് വെട്ടാനുള്ള സാധനം. ഇത് കിട്ടുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇത് ഞാൻ വാങ്ങിക്കുന്നത് നമ്മുടെ ബ്രദേഴ്സ് ഇല്ലേ, ലാബല്ലേ, ബ്രദേഴ്സ് കൊട്ടിയും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഷാർപ്പനർ ഇരിപ്പുണ്ട്. ഇത് ഇത്രയാണ് എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു പാർട്ടീഷൻ ഇങ്ങനെയുണ്ട്, ലാപ്ടോപ്പ് പാർട്ടീഷനുണ്ട്, പിന്നെ 2 ഉറകളുണ്ട്. ഇതിനകത്ത് ഞാൻ മൊബൈൽ വെക്കും, ഇതിൽ ഞാൻ ലിപ്സ്റ്റിക്ക് സാധനം വെക്കും, ഇവിടെ ഞാൻ കുറച്ച് പേനയൊക്കെ ഇടും. പിന്നെ ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്ഥലം. പക്ഷെ നല്ല സ്പേഷ്യസ് ആണ്. എനിക്കിത് ആവശ്യത്തിന് ഇത്രയും മതി. എൻ്റെ ഇത്രയും ചപ്പുചവറുകൾ ഇതിനകത്ത് കൊള്ളുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഇത് മഞ്ഞേറത് എല്ലാ വീട്ടിലുള്ള എല്ലാത്തിലുടെയും സാധനങ്ങൾ ഇതുണ്ട്. ബാക്കിൽ ഇരുന്ന് പറയുന്നു ഇത് എൻ്റെത്. അത് ആരാ സാധനം എന്ന് ചോദിച്ചു. ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതെൻ്റെതാ ചേച്ചിന്ന്. അപ്പം എവിടെ പോയാലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ എൻ്റെ ബാഗിൽ കാണും. പിന്നെ മാം ബസ്സിലൊക്കെ ആയിട്ട് ചില്ലറ കിട്ടത്തില്ല, അത് ഈ സൈഡിലോട്ടിടും. ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുന്നെങ്കിലും. കാരണം എൻ്റെ പേഴ്സ് പണ്ട് അടിച്ചുകൊണ്ട് ഒരു കഥയുണ്ട്. പിന്നെ ഇത് പോസിറ്റീവ് ബാൻഡാണ് കേട്ടോ. ഇത് നമ്മൾ കിടില സാധനമാണിത്. ഇത് ഞാൻ സ്വാഷ് എന്ന് പറയുന്ന പേജിൽ നിന്നാണ് ഇത് വാങ്ങിക്കുന്നത്. നല്ല സൂപ്പർ സാധനം. പോസിറ്റിവിറ്റി ബാഗ് എന്ന് പറഞ്ഞാൽ ഇട്ടേക്കുന്നത്. കുറേ നാൾ ഞാൻ ഇട്ടുകൊണ്ടിടുന്നപ്പോഴത്തേക്ക് ഞാൻ ഊരി വെച്ചു. ഇനി പോസിറ്റിവിറ്റി കൈ കിടന്നില്ല, ബാഗിലെന്തെങ്കിലും കിടന്ന് പോസിറ്റിവിറ്റി കിടന്ന് പറഞ്ഞ് ഇത് ബാഗിൽ കാണും എപ്പോഴും. ചില മൂടുള്ള ദിവസങ്ങളിൽ എടുത്ത് പോസിറ്റിവിറ്റിക്ക് വേണ്ടി വിടും, ചില ദിവസങ്ങളിൽ ഊരിയങ്ങ് വെക്കും. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ബാഗിൽ. അപ്പോൾ എൻ്റെ ബാഗിൽ ഇരുന്ന സാധനങ്ങളൊക്കെ ആണ് ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Ta-ta, bye-bye. Thank you so much.